വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് സംഘം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനും പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി, അന്വേഷണ സംഘം തലവനായ DYSP സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൽപ്പറ്റയിലെത്തിയത്. ഗോകുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി പരിശോധിച്ചു. സ്റ്റേഷനകത്തെ CCTV ദൃശ്യങ്ങളും ശബ്ദ റെക്കോർഡുകളും മൊഴിയടക്കമുള്ള വിശദാംശങ്ങളും സംഘം ശേഖരിച്ചു. നമ്മൾ അന്വേഷണം ആരംഭിക്കുന്നുള്ളൂ. നമുക്കൊന്നും പറയാറായിട്ടില്ല. ഫയൽ പഠിച്ച ശേഷം സീൻ വിസിറ്റ് ചെയ്താണ്. നമ്മൾ ന്യൂ ആണ്, ഫയൽ കിട്ടുന്നതേ ഉള്ളൂ. പരിശോധിച്ച ശേഷം ബാക്കി എല്ലാം പറയാം. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനനും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ വന്നിട്ടുള്ളൂ. അത് നമ്മൾ പേഴ്സണലായിട്ട് നടത്തുന്ന ഒരു എൻക്വയറിയാണ്. ഗോകുലിന് മർദ്ദനമേറ്റിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു. മരണത്തിലേക്ക് നയിക്കാനിടയായ കാരണങ്ങളെ സംബന്ധിച്ചാണ് അന്വേഷണം. മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. അതേസമയം ഗോകുലിന്റെ കുടുംബം മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ നീക്കമുണ്ട്. 24 വയനാട്.